വെൽക്കം ബാക്ക് ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് നാർക്കോസ്. കൊളംബിയയിൽ നിന്നും മിയാമിയിലേക്കുള്ള ദൂരെ കൂടുതൽ കാരണം നമ്മുടെ കടത്തു പൈലറ്റായ കാർലോസ് റീഫ്യൂലിങ്ങിന് വേണ്ടി തൻ്റെ ചെറുവിമാനം പല സ്ഥലങ്ങളിലും നിർത്തിയാണ് പോവാറ്. അതിനാൽ ബഹമാസ് ഐലൻഡിനടുത്തായി അവൻ ഒരു ചെറിയ ദ്വീപ് തന്നെ വാങ്ങുന്നു. പണത്തിൻ്റെയും കൊക്കൈൻ്റെയും അതിലുപരി ഒരു പാർട്ടി പ്ലേസായി ആ ദ്വീപ് മാറുന്നു. പക്ഷേ പ്രശ്നം എപ്പോഴും സപ്ലൈ ആയിരുന്നു. ഡിമാൻഡിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ മനുഷ്യസ്പർശമേൽക്കാത്ത കൊളംബിയൻ കാടുകളിൽ പാബ്ലോയും ടീമും ചെറിയ സെറ്റപ്പൊക്കെ മാറ്റി വലിയൊരു സിറ്റി സൈസിൽ ഇലയിൽ നിന്ന് പേസ്റ്റായിട്ടും പിന്നീട് പൗഡറായിട്ടും ആഴ്ചയിൽ 10,000 കിലോഗ്രാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതായത് $5 ബില്യൺ പെർ ഇയർ. പൗഡർ ടൈപ്പിലുള്ള കൊക്കൈനെ ദ്രാവക രൂപത്തിലാക്കി കടത്തുവാൻ വേണ്ടി ഗസ്റ്റാവോ ജർമ്മനിയിൽ നിന്നും വരെ കെമിസ്റ്റിനെ റിക്രൂട്ട് ചെയ്തു. തുടർന്ന് മദ്യത്തിലും കോഫിയിലും എന്തിനുപരി കൊക്കക്കോളയിൽ വരെ ചേർത്ത് നാടുകടത്തി. നാർക്കോസിന് അവരുടേതായ സ്നിഫിംഗ് ഡോഗ്സ് വരെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ക്യാഷ് വന്ന് കുമിഞ്ഞുകൂടി. മണി ലോണ്ടറിങ്ങിൻ്റെ ഭാഗമായി അവർ ചെറിയ കമ്പനികൾ തുറക്കുകയും മറ്റു പല ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിലൊന്നാണ് പാബ്ലോയുടെ ടാക്സി കമ്പനി. വെറും 3 കാറുള്ള കമ്പനിക്ക് ആഴ്ചയിലുള്ള വരുമാനം $5 മില്യൺ ആയിരുന്നു. സകലതും വാങ്ങിക്കൂട്ടിയിട്ടും കുമിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന നോട്ടുകെട്ടുകൾ പല സ്ഥലങ്ങളിലായി കുഴിച്ചുമൂടി രേഖപ്പെടുത്തി വെച്ചു. M19 കൊളംബിയൻ കാടുകളിൽ കാൾമാക്സ് ആശയത്തിൽ ആകൃഷ്ടരായി കുറച്ചുപേർ ചേർന്ന് രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് ഗൊറില്ല സംഘടനയായിരുന്നു M19. നാർക്കോസിന്റെ കയ്യിൽ വലിയ രീതിയിൽ പണമുണ്ടെന്ന് മനസ്സിലാക്കി ഒച്ചാവോ ബ്രദേഴ്സിന്റെ സിസ്റ്റർ മാർത്തയെ അവർ കിഡ്നാപ്പ് ചെയ്യുന്നു. ഇതേ തുടർന്ന് പാബ്ലോ എല്ലാ ഗാങ് ലീഡേഴ്സിനെയും മെഡിലിൻ സിറ്റിയിലേക്ക് വിളിച്ചു വരുത്തി ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കുകയും അതിൽ വെച്ച് എല്ലാ കിഡ്നാപ്പേഴ്സിനെയും തുരത്തുമെന്നും മാർത്തയെ വീട്ടിലെത്തിക്കുമെന്നും വാക്കുകൊടുക്കുന്നു. അങ്ങനെ മെഡിലിൻ കാർട്ടൽ ജനിക്കുകയായി. പാബ്ലോ കിഡ്നാപ്പേഴ്സിന് കൊടുത്ത മെസ്സേജ് വളരെ ക്ലിയർ ആയിരുന്നു. മാർത്തയെ കിട്ടുന്നതുവരെ അവരോരോരുത്തരെയും വകവരുത്തുമെന്നും പറഞ്ഞ പോലെ ചെയ്യാനും തുടങ്ങി. ഇതിൽ ഭയന്ന് മാർത്തയെ റിലീസ് ചെയ്ത് ലീഡർ ഒളിവിൽ പോയെങ്കിലും വൈകാതെ പാബ്ലോവിൻ്റെ ടീം അവനെ പിടിക്കുന്നു. കൊന്നു തള്ളുമെന്ന് കരുതിയെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പാബ്ലോ അവനെ തൻ്റെ ഗ്യാങ്ങിലേക്ക് ക്ഷണിക്കുന്നു. കൊലപാതകത്തിൽ ഹരം കൊണ്ട പാബ്ലോ കിഡ്നാപ്പിംഗ് ഗ്യാങ്ങിനെ എല്ലാം തിരഞ്ഞുപിടിച്ചു കൊന്നു മരത്തിൽ കെട്ടിത്തൂക്കി. ബാക്കിയുള്ളവർക്കൊരു പാഠമാവാൻ മീഡിയയ്ക്ക് വരെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ ആയാലും സാധാരണക്കാർക്കിടയിൽ പാബ്ലോയ്ക്ക് റോബിൻഹുഡ് പരിവേഷമായിരുന്നു. അവരെ സഹായിക്കാനും പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തും ക്യാഷ് വിതരണം ചെയ്തുമൊക്കെ പാബ്ലോ ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റി. ഇതിനൊക്കെ പുറകിൽ പാബ്ലോയ്ക്ക് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലിറങ്ങി കൊളംബിയൻ പ്രസിഡന്റ് വരെ എത്തുക. ഇതിനിടെ കൊളംബിയയിലെത്തിയ സ്റ്റീവ് ജോലിയിൽ പ്രവേശിക്കുകയും തൻ്റെ പാർട്ട്ണറായ ജാവിയർ പെഫിയയോടൊപ്പം ജോയിൻ ചെയ്യുകയും ചെയ്തു. അധികം ദൂരത്തല്ലാത്തൊരു ക്ലിനിക്കിൽ നേഴ്സായി ഭാര്യയ്ക്കും ജോലി കിട്ടി. സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് രാത്രി റൂമിലേക്ക് തിരിച്ചെത്തുമ്പോൾ സ്റ്റീവും ഭാര്യയും കണ്ടത് തുറന്നു കിടക്കുന്ന വാതിലും ഹാളിൽ തൻ്റെ വളർത്തുപൂച്ചയെ കൊന്നു കെട്ടിത്തൂക്കിയതുമായിരുന്നു. ഇത് കണ്ട് ഭയന്ന് അലേർട്ടായ സ്റ്റീവും ഭാര്യയും റൂമൊക്കെ സെർച്ച് ചെയ്യുന്നതോടുകൂടി എപ്പിസോഡ് കഴിയുന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.